ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ ഇന്ന് അശ്വതിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ആൾക്ക് വെറൈറ്റി ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹം, കേക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ ഞങ്ങളുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇവിടെയും കിടന്ന് കുറേ പൂവൊക്കെ പിച്ചി ആൾക്കൊരു ബൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി ട്രഷർ ഹണ്ട് മോഡിലാണ് നമ്മൾ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തത്. വളരെയധികം ബുദ്ധി കൂടുതലായതുകൊണ്ട് ഞാൻ എഴുതിയതൊക്കെ മനസ്സിലായില്ല. ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് ലേസ് ടിക്ക് ചെയ്ത്, അന്നേരം ലേസ് തുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് അവളെ ലേസ് തുറന്നു. 2 മണിക്കൂർ അതിന് പോയേനെ. അതെ ലേസ്. പിന്നെ നീ എങ്ങനെയാടി നമ്മൾ പൊളിക്കാത്തതിനുള്ള എങ്ങനെ കയറ്റുക? ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്ങനെയാടി അതിനുള്ളില് പൊട്ടിയോളൊക്കെ പൊട്ടിച്ചേ? അത്രയും പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എന്താ മൊത്തം പൊളിക്കുന്നേ? ഞാൻ ഇതിന് ടെൻഷൻ ഇതുവെല്ലാം നടക്കോ? എടി ഇത് നീ പൊളിച്ച ലേസ് അല്ലേ? ഇപ്പൊ ഞങ്ങളല്ലല്ലോ ഇത് പൊളിച്ചത്. നോക്കണേ എന്തെങ്കിലും ഉണ്ടോന്ന്, ഇല്ലെങ്കിൽ വിടത് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പൊ അവളത് അവിടെ പറിച്ചിട്ടുണ്ട് പോകും. അയ്യോ എന്തോരം കിട്ടിയോ? എടാ ഒന്നാമത്തെ കാര്യം ഉണ്ടാ വെറും വയറ്റില്ല, ഉറക്കത്തിൽ ഡയറക്റ്റാ. കിട്ടി കിട്ടി കിട്ടി. ഓ സത്യം. കാണിച്ചു കൊടുക്കണോടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത്രയൊക്കെ പണി നിങ്ങൾ എപ്പോ ചെയ്തടി? ഞാൻ വിളിച്ചു വരുത്തേ വരണ്ടേ? കുറച്ചുകൂടെ കഴിഞ്ഞാൽ നീ വന്നായിരുന്നെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയണേ. ഡാഡി ബസ്സിൽ കേറുന്ന മുന്നേ ചെയ്തത് എന്താ നമ്മള് ബസ്സിൽ കയറുന്നതിന് മുന്നേ ചെയ്തത്? അവളില്ലായിരുന്നു ഇവിടെ ഉള്ളത്. നിങ്ങളോട് ചോദിക്കേ, നീ എന്തോ നമ്മള് ബസ്സിൽ കയറുന്നതിന് മുന്നേ അത്താണിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എന്താ ചെയ്തേ? വെള്ളം കുടിച്ചു. ആ വെള്ളം കുടിച്ച്, വേറൊന്നും ചെയ്തില്ല. ആ കയറുന്നതിന് മുന്നേ ബസ് കയറുന്നതിന് മുന്നേ അവൻ വന്ന് പിടിച്ചു. ബസ് കയറുന്നതിന് മുന്നേ എങ്ങനെയാണ് ബസ്സിന്റെ ഉള്ളിൽ കയറി പിടിക്കുക? ബസ്സിന്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പേ നടന്നിട്ട് അവിടെ വെച്ച് നമ്മൾ ചെയ്ത ഒരു സാധനം ഇവിടെ ഉണ്ട്. അതെന്ത് ചെയ്യും? ഞാൻ സൂചന വന്നായിരുന്നു എനിക്ക് വരുന്ന വഴി. വെള്ളം കുടിച്ചോ? കാല് മുക്കിയോ? വെള്ളം കുടിച്ചു. കുപ്പി കുപ്പി കുപ്പി. അതാണാ കണ്ടും കാണൂല. ഹലോ ആരൊന്നും തപ്പണം നേരെ തപ്പ് തപ്പ്. വളരെ മാന്യമായിട്ട് ഇൻസേർട്ട് ചെയ്തതാ, കൈയൊന്നും ഇട്ട് കലക്കിയില്ല. ഇതാണ് ഇന്നലത്തെ ബർത്ത്ഡേ കുട്ടി. അതൊന്നല്ല, എന്താ ചെയ്ത് ലേസിന് അരിയും കോട്ടയിട്ട് നീ വരുന്ന നോക്ക്. ഇവിടുന്നൊന്നല്ല, അതെല്ലാം ചെയ്തിട്ട് വന്നതാ. അല്ല കാഷ്വാലിറ്റി. എടി ഇവര് രണ്ടുപേരല്ലേ ഉള്ളു നിന്റെ റൂമില്, ഞാൻ വെളിയിലല്ലേ. എടി ഇവളാടി ഇവളെ റൂമൊന്നും ചെയ്തത്. അതിനാ നീ നേരത്തെ വെറും ഇതാക്കി വെച്ചത്. സോറി, അപ്പഴേ പറയണ്ടായിരുന്നോ? ഓ ഇനി അത് വലിച്ച് അത് നനഞ്ഞ് കീറി കാണുന്നില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്, എനിക്ക് അറ്റാക്ക് വരും. എനിക്ക് ഇതിൽ കൂടുതൽ അത് നിക്കാം ദൈവമേ പണിപാളി. ശില്പ അത് വായിക്കാൻ അറിയാവുന്നവരൊന്ന് വായിച്ചു കൊണ്ടേ. നനഞ്ഞു പോയടേ അത്. ഞാൻ പറഞ്ഞു കൊടുത്താ മതിയോ? നനയായിരിക്കാൻ അത് എഴുതിയേക്കണെന്ന് നീ പറ. എന്തായാലും ഇത്രയായില്ലേ? കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ഈ പകുതി. ശില്പയുടെ റൂമിൽ കേറിയാൽ എന്താണ് അടിച്ചു മാറ്റണമെന്ന് തോന്നിയ ഒരു ഐറ്റം. നടന്നോ? എന്റെ സാധനം മാത്രം. ഞാൻ നിന്നോട് എന്താ പറഞ്ഞ പോകുമ്പോ അപ്പൊ തന്നെ തിരിച്ചു
എന്നിട്ട് നീ എന്ന് പറയാ അലിക്കാത്ത കൊണ്ടിന്റെ പൊക്കറ്റിലെന്നോ? അത് ഇറങ്ങുമായിരിക്കും, വെറുതെ പേടിപ്പിക്കരുത്. എല്ലാവരും കൂടെ ഇളകി വന്നിട്ട് പേടിപ്പിക്കരുത്. അതിനകത്ത് ക്ലൂ ഉണ്ടോ കൊരങ്ങേ? എനിക്കറിയൂ. ക്ലൂ ഉള്ളിടത്ത് നോക്ക്. നീയെല്ലാം പറഞ്ഞ അടിച്ചു മാറ്റാൻ തോന്നുന്ന സാധ്യത. വെയിറ്റ്. അവളുടെ പുറകെ പോ. അപ്പോൾ ഗൈസ് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണമായിരുന്നു. അപ്പോൾ ഞാൻ ക്ലൂവിനകത്തിൽ അശ്വതിയോട് ആര്യയുടെ പുറകെ പോകാനായിട്ടാണ് എഴുതി കേട്ടോ. ആര്യ അങ്ങനെ അവളെ ഒരു റൗണ്ട് കുറേ സ്ഥലത്ത് കൊണ്ട് കറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് നമ്മൾ കേക്ക് ഇവിടെ സെറ്റ് ചെയ്തു. എങ്ങോട്ടാ പോയത് നിങ്ങള്? തുറക്ക് അശ്വതി, തുറക്ക്. Happy birthday to you. Happy birthday to you. Happy birthday dear Ashwati. Happy birthday to you. നിന്നെ എല്ലാരും ഒന്ന് ചിരിച്ച് ചെയ്ത് തമ്മിലാക്കാം. അശ്വതി ഇങ്ങോട്ട് നോക്കി ചിരിയടി. അതിനും കൂടെ അല്ല, എന്റെ വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് മതി, അവൾ ഇടിച്ചു കയറി നിന്നോട്ടെ. വെറൈറ്റി. ഓക്കെ, കിട്ടുന്നില്ലേ? ഓക്കെ ഓക്കെ. ഇത് വല്ലാത്ത കട്ടിനേരം തിരിച്ചു പിടിക്കുമല്ലോ നോക്കിയാ. ഹോളി ക്രാപ്പ്, യു ആർ ഓൾഡ്. യാ ഇവളാണ് സാന്ദ്ര സുരേഷ്. ഇന്നലെ ഈ കേക്ക് എന്താണ് കിട്ടാഞ്ഞിട്ട് എന്ത് വിഷമമായിരുന്നു. തിന്നശ്വതി തിന്ന്. ഞാൻ എത്ര പ്രത്യേകം പറഞ്ഞതാ കേക്ക് വേണ്ടാന്ന്. പക്ഷെ എന്നാലും വേടാ, ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇതുണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു സമാധാനം. ആ ഇവക്ക് തിന്നാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഭാര്യ. അപ്പോൾ ഗൈസ് കേക്ക് വേണ്ടാന്ന് പറഞ്ഞ ആളെ നമ്മൾ കേക്ക് വാങ്ങിച്ചു കൊടുത്ത് തന്നെ സർപ്രൈസ് ചെയ്തു. ഒരു വെറൈറ്റി രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ടാറ്റാ.